എന്തോരം റാസ്ബെറീസ് ആണ് നമുക്ക് ഇന്നലെ കാട്ടിൽ നിന്ന് കിട്ടിയെന്ന് നോക്കിയേ. വൈകുന്നേരം നമ്മൾ ചൂണ്ടയിടാനായിട്ട് നദിക്കരയിലേക്ക് എത്തിയപ്പോൾ ദാ ഇവിടെ വഴിമുടക്കി കുറച്ച് പേർ നിപ്പുണ്ട്. നല്ല കാറ്റും തണുപ്പൊക്കെയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അച്ഛനും മോളും ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ചൂണ്ടയിടുന്നത്. മീൻ കിട്ടാതെയുള്ള ചൂണ്ടയിടൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കാറിലങ്ങിരുന്നു. അങ്ങനെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അച്ഛനും മോളും തിരികെ വന്ന് നമ്മൾ ഒരു കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ നമുക്ക് കുറെ അധികം റാസ്ബെറീസ് കിട്ടി. ഇത്രയും കിട്ടി നമുക്ക്. അങ്ങനെ കൊതുകടിയും കൊണ്ട് പിച്ചെടുത്ത റാസ്ബെറീസ് ഇടാൻ പാത്രം ഇല്ലാത്തതുകൊണ്ട് ദാ വിൻഡോയിൽ വെക്കുന്ന നെറ്റ് ചുരുട്ടി അതിലേക്ക് ഇട്ടു. കിട്ടിയതും കൊണ്ട് പോവാന്ന് വെച്ചപ്പോ ദാ വഴിയിൽ നിൽക്കുന്ന വലിയൊരു റാസ്ബെറി കാട് തന്നെ. അപ്പൊ പിന്നെ പിച്ചാതെ പോകുന്ന മോശമല്ലേന്ന് കരുതി അവിടുന്ന് കുറെ പിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കാട്ടിൽ പോയപ്പോഴത്തേക്കും നമുക്ക് റാസ്ബെറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ദാ ആകെ കുറച്ച് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഏവക്കുട്ടന് ദാ യോഗട്ടിൽ ഇട്ട് കൊടുത്തു. പക്ഷെ ഇന്ന് കിട്ടിയത് അങ്ങനെ തിന്നാൻ പറ്റുന്നതിൽ അധികം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി ദാ ഇപ്പൊ ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനും ഇളക്കാം. ചട്ടകം കണ്ട അപ്പം ഇളക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി റാസ്ബെറി ജാം ഇവിടെ റെഡിയായി കുപ്പിയിലും ആക്കി പാത്രവും വടിച്ചിട്ടുണ്ട്.